നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് മസാല ചിപ്സ് ആണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി ഇപ്പോൾ എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ടാവും. വേറെ നമുക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നല്ല മഴയത്ത് കുറച്ചിരിക്കാൻ പറ്റിയൊരു മസാല ചിപ്സാണ്. കറുമുറ കുറച്ചിരിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. ഒരു ചെറിയ മസാല ഇതിന് വേണ്ടി നമ്മൾ പൊടി ഉണ്ടാക്കണം എന്ന് മാത്രം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയല്ല, മല്ലിയാണ്. 1 ടീസ്പൂണ്. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ മുളക് വേണം. അത് എരിവിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 2 മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പൊടിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിയുന്ന അത്രയും പൊടിച്ചെടുക്കുക. ചെറിയ ചെറിയ തരികളായാലും കുഴപ്പമില്ല. ഞാൻ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പാക്കറ്റ് വാങ്ങിക്കുന്ന ആട്ടപ്പൊടിയാണിത്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചത് ശരിക്കും 2 ടീസ്പൂണ് 2.5 ടീസ്പൂണൊക്കെ ഉണ്ട്. ഞാൻ 1 ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ, തീരെ ചെറിയ സ്പൂണല്ല. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കുമല്ലോ മിക്കവാറും വീടുകളിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടായിരിക്കട്ടെ. 2-3 സ്പൂൺ വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഉപ്പും അതുപോലെ മസാലപ്പൊടിയും എണ്ണയും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്നത് പോലെ അങ്ങ് നനച്ചെടുക്കുക. അതായത് ഇതുപോലെ പിടിക്കുമ്പോൾ ഇങ്ങനെ കട്ടയാവണം. എന്നിട്ട് തുടയ്ക്കുമ്പോൾ കട്ട ഉടഞ്ഞു പോവും വേണം. അങ്ങനെ ആക്കുക. ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. സാധാരണ നമ്മുടെ പച്ചവെള്ളം അത് ചൂടാക്കൊന്നും വേണ്ട. വെള്ളം പരമാവധി കുറച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ചപ്പാത്തീൻ്റെ അത്ര തന്നെ അങ്ങ് വേണ്ട. പരമാവധി വെള്ളം കുറച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ടി വരും. ഒരുപാട് സമയം കുഴക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുഴയ്ക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്കിങ്ങനെ കുഴച്ചെടുത്ത് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പം മല്ലി എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. മിക്ക വീടുകളിലും മല്ലിപ്പൊടിയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറിയ ജീരകവും മുളക് പൊടി മാത്രം ഇട്ടിട്ടും ചെയ്യാവുന്നതാണ്. കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ്. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മളിത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും മസാല ശരിക്കും പൊടിഞ്ഞിട്ടില്ല. ഒരുപാട് നന്നായിട്ട് പൊടിയാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇതിലിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കണ കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. നന്നായിട്ട് പൊടിയുമില്ല അത്, കാരണം വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറിൽ നിറയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വല്ലാതെ അങ്ങ് പൊടിയൂല. കുറച്ചങ്ങനെ കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതുപോലെ ടേസ്റ്റും അത് അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുകയാണ്. കഴിയുന്നത്ര തിന്നായിട്ട് പരത്തിയെടുക്കുക. പരമാവധി കനം കുറച്ചിട്ട്. അപ്പോഴാണ് ചിപ്സ് അല്ലേ, അപ്പം ഇങ്ങനെ കറുമുറ കുറിക്കാൻ വേണ്ടിയുള്ളൊരു ഐറ്റം ആണല്ലോ, അതുകൊണ്ട് പരമാവധി കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. പൊടി ഇട്ടിട്ട് പരത്തണം നിർബന്ധമല്ല. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ചെയ്യണത്. ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ, എങ്ങനെ ട്രയാങ്കിൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുക. കത്തിയിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തേക്കാം, കാരണം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കാരണം നമ്മൾ മാവിൽ അത്യാവശ്യം നല്ലോണം എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഞാനെന്തായാലും കത്തിയിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക. അതാ ഈ കനത്തിലേ ഉണ്ടാകാൻ പാടുള്ളൂ. പരമാവധി കനം കുറച്ചിട്ട് ചെയ്യുക. ഇനി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഒരുപാട് വലിയ പാത്രം വെച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ആണ്, എളുപ്പമാണ്. എന്താ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ, കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ ആ എണ്ണ വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്ന് പെറുക്കി വേണം ഇട്ട് കൊടുക്കാൻ. അതൊരു പണിയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തമ്മിൽ കൂട്ടി ഒട്ടിപ്പോവും. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. ഇതാ കണ്ടോ, അങ്ങനെ എല്ലാം പൊള്ളച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരും.
തിരിച്ചും മറിച്ചും ഇട്ടിട്ട് തിരിച്ചിടേണ്ട ആവശ്യം വരില്ല, കാരണം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അത് സ്വയം അങ്ങ് തിരിയും. എല്ലാം തന്നെ നന്നായിട്ട് പൊങ്ങി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടങ്ങ് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കുറച്ച് പരന്ന ഒരു അതുപോലെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, നോൺ സ്റ്റിക്കിൻ്റെ പരന്ന പാത്രമൊക്കെ അല്ലെങ്കിൽ ഉരുളി പോലത്തെയൊക്കെ വെച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ കുറേ അധികം അങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവും, കാരണം പരമാവധി തിന്നാക്കിയിട്ടാണ് നമ്മൾ പരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കന്നെ അതങ്ങ് പൊങ്ങി വരും. ശരിക്കും മല്ലി ചേർക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ആ മസാലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ നല്ല മഴയത്തൊക്കെ കട്ടൻ ചായയുടെ കൂടെ കുറിക്കാൻ നല്ലൊരു സംഭവമാണ്. കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേറെ പിന്നെ നമ്മളിതിലൊന്നും ചെയ്യാനില്ല. ഇനി ചിലർക്കൊക്കെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരു വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മിക്സ്ചറിലൊക്കെ ഉണ്ടാവുമല്ലോ, ബേക്കറിയിൽ നിന്നൊക്കെ മിക്സ്ചർ വാങ്ങിക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇങ്ങനെ കിടക്കണം കാണാം. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടിയും കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ എള്ള് ചേർത്ത് കഴിഞ്ഞാലും കറുത്ത എള്ള് ചേർത്താലും ടേസ്റ്റാണ്. ഞാനിതാ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എല്ലാം അങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ കറുമുറുന്ന് കുറിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്